ചില സിനിമയിൽ അഭിനയിച്ച പല സിനിമാക്കാരെ ഇപ്പൊ കാണുന്നില്ല. ഒരു ഉദാഹരണം പിഷാരുടെ അല്ല, പല സിനിമയിൽ അഭിനയിച്ചാലും കാണുന്നില്ല. സിനിമ നമ്മളെ തേടി വരുമോ, നമ്മൾ സിനിമയെ തേടി പോണോ? ഓരോരുത്തർക്ക് ഓരോ പോലെ. പിഷാരുടെ എങ്ങനെയാ? സലീംകുമാർ വീട്ടിലിരുന്നപ്പം ചെന്ന് വിളിച്ച് സിനിമയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതാ. ജയസൂര്യ പുറകെ നടന്ന് സിനിമ പിടിച്ചെടുത്തതാ. ഇത് നമുക്ക് ഇതിനൊന്നും കോമൺ നിയമങ്ങളില്ല. ഓരോരുത്തർക്ക് ഓരോ പോലെയാണ്. പിഷാരുടെ എങ്ങനെയാണ് കാണുന്നത്? ചോദിച്ചു പോവോ, വരുമെന്ന് പ്രതീക്ഷിക്കും? ഞാൻ അധികം ആരോടും ചോദിച്ചിട്ടില്ല, വരുന്നുമില്ല. എല്ലാവർക്കും അറിയാലോ ഞാനിവിടെ ഉണ്ട് എന്നൊക്കെ. വരുമോ? സിനിമ നമ്മളെ തേടി വരുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ തേടി പോയി സിനിമ കിട്ടില്ല എന്നുണ്ട്. അത് ഓരോരുത്തർക്കും ഓരോ പോലെയാ സാർ. അങ്ങനെ നമുക്ക് പറയാനൊന്നും പറ്റില്ല. ഓരോ ദിവസം സിനിമ അഭിനേതാക്കള് കൂടിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലെ? അതെ അതെ, സിനിമകളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വെള്ളിയാഴ്ച എന്ന് വെച്ചാൽ 10-15 സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. ഏതാന്ന് പോലും ആർക്കും അറിയാത്ത പടമൊക്കെ വരുന്നുണ്ട്, പേര് പോലും കേട്ടിട്ടുണ്ടാവില്ല. അതെല്ലാം നടക്കും. അത്തരം സിനിമകൾ ഇറങ്ങുന്നുണ്ട്. പിഷാര് പറഞ്ഞതിന്റെ ഏറ്റവും വലിയ രസകരമായ മറുപടി, ഞാൻ ചോദിക്കാറുള്ള തേടിയും വരുന്നില്ല. ഇടയ്ക്കൊക്കെ വരും, ഓരോന്ന് ചെയ്യും, നന്നായിട്ട് പറ്റുന്നില്ലേക്ക് ചെയ്യും. അതൊക്കെ പിഷാരിയുടെ പുതിയ പ്രൊജക്ട്. എന്റെ പുതിയ പ്രൊജക്ട് ഈ കൊല്ലം ഉണ്ടാവും. അതിന്റെ 2 ലൈനപ്പിലുണ്ട്. ഒരെണ്ണം അനൗൺസ് ചെയ്തായിരുന്നു. വിജയബാബുവാണ് പ്രൊഡ്യൂസർ. പ്രൊജക്ട് പൂർണ്ണമായിട്ടും കൺഫേംഡ് അല്ല. എന്ന് വെച്ചാൽ വിജയബാബുവിന്റെ പടം ഒരെണ്ണമുണ്ട്, അത് ചെയ്യും. മറ്റൊരു പടമുണ്ട്, അത് പറയാറുമായിട്ടില്ല. രണ്ടും ഡയറക്ഷനാണ്. അതെ, രണ്ടും ഡയറക്ഷൻ. വിജയബാബുവിന്റെ പ്രൊഡക്ഷനിൽ ഒരു പടവും, പിഷാരയുടെ പ്രൊഡക്ഷനിൽ വേറൊരു പ്രൊഡ്യൂസറിൽ ഒരു പടവും. 2 പടവും അനൗൺസ് ചെയ്യാറാവുന്നുള്ളൂ ആർട്ടിസ്റ്റുകളൊക്കെ വെച്ച്. എന്തായാലും 2025 ഒരെണ്ണം 24 തന്നെ മിക്കവാറും വരും, റിലീസ് ചെയ്യും. ഇതൊന്നും അന്തരീക്ഷത്തിൽ നിന്ന് ഇറങ്ങിയ അപ്പൊ ഡയറക്റ്റ് ചെയ്യും. ഇതൊക്കെ അന്തരീക്ഷത്തിലൊന്നും പോകുന്നില്ല. ഇത് ഞാൻ പറഞ്ഞു, ഞാൻ വേറൊരു കാര്യം പിഷാരുടെ, എനിക്ക് പിഷാരുടെ ആയിട്ട് ഇത്രയും സമയം ഇരുന്ന് നമ്മൾ മണിക്കൂറോളം ഇരുന്ന് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാണ്, ഒരു സീരിയസ് ഇന്റർവ്യൂ അല്ല. എന്നാൽ പിഷാരുടെ എപ്പോഴും പറയുന്ന പോലെ കോമഡി ആയിട്ടുള്ള ഇന്റർവ്യൂ അല്ല. അത് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ പോയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നോക്കാം, ഇനിയിപ്പം നാട്ടുകാരെല്ലാം പറഞ്ഞങ്ങ് പോവുന്നു. കുഴപ്പമില്ല, നമ്മൾ ഇതൊക്കെ ബോധ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിഷാരുടെ അഭിനയിച്ച സിനിമ ഇറങ്ങാനുള്ളത് ഏതൊക്കെയുണ്ട്? അനുരാധ എന്ന് പറഞ്ഞൊരു പടമുണ്ട്, ക്യൂൻ എലിസബത്ത് ഉണ്ട്, പേട്ടന്റെ പടം ചെറിയ വേഷമാണ്, പക്ഷെ ഉണ്ട്, എല്ലാം വരാനുണ്ട്. ഇനി പടങ്ങൾ ഇറങ്ങാനുമുണ്ട്. ഇറങ്ങാനൊക്കെ ഉണ്ട് അത്യാവശ്യം, അങ്ങനെ ഒരുപാടില്ല കേട്ടോ, അതൊക്കെയുണ്ട്, ഇറങ്ങാനുണ്ട്. ഈ ഏറ്റവും പ്രധാനമായിട്ട് 2 പടങ്ങൾ നമ്മൾ ഡയറക്ട് ചെയ്യുന്ന പടങ്ങളാണ് ഇനി നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നതൊക്കെ. അതിന് വേണ്ടിയിട്ടാണ്. നമുക്കൊക്കെ ആണോ? അല്ല, ഒരു ക്ലൂ തരുവാണെങ്കിൽ. ഒരു ക്ലൂ ഇല്ല. മരത്തിലുണ്ടായിരുന്നു, മാങ്ങായിലില്ലായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു ഉദാഹരണം തരുവാണെങ്കിൽ ഞാൻ പേര് പറയാം. ക്ലൂ തരാം. ട്രോളിനുള്ള പണിയാക്കാൻ. അത് തന്നെ, ഞാൻ സൽമാൻ ഖാന്റെ ക്ലൂ തരാന്ന് ഓർത്തിട്ടിരിക്കായിരുന്നു. വേണ്ട, പിന്നെ നിങ്ങൾ അത് ആലോചിച്ചോണ്ടിരിക്കും, ഞാനിതും ചെയ്യാന്ന് ഓർത്ത്. വേണ്ട, വിട്ടേക്കാം. തെറ്റില്ലാത്ത നല്ല ആക്ടറെ വെച്ചിട്ട് ഒരു പടം അല്ലേ? അല്ലേ? അപ്പം സിനിമയൊക്കെ അല്ലേ, നമുക്ക് ഈ ഇതെല്ലാം നടന്നിറങ്ങുമ്പോഴല്ലേ എല്ലാം പറയാൻ പറ്റുള്ളൂ വലിയ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇരിക്കാം. മനസ്സ് വെച്ചാ ചേഞ്ച് ആവാലോ. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് അപ്ലയൻസസുകളുടെ വൈഡ് റേഞ്ചും മൈജി ഫ്യൂച്ചർ സ്റ്റോറുകളിൽ മാത്രം. മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകും, വേറൊരു റേഞ്ച് ആകൂ. Neetu's Academy, India's #1 language academy.